സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് കണ്ടതാണ് വിനായകൻ്റെ പ്രഹസനങ്ങളൊക്കെ. അതിനുശേഷം ആ കേസുകളൊക്കെ എന്തായാലും നമുക്കറിയില്ല, അതൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് വിനായകൻ പറഞ്ഞത്, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വന്ന ആരാണെന്ന് എനിക്കറിയണം, നല്ല ഞാൻ പോകുള്ളൂ എന്നൊക്കെയാണ് വിനായകൻ പറഞ്ഞത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ വിനായകനെ പോലീസ് പിടിച്ച സമയത്ത് പോലീസിൻ്റെ അടുത്ത് വിനായകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് ആദ്യം പ്ലേ ചെയ്യാം. അത് പോലീസ് ഉദ്യോഗസ്ഥയോടാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ, നിങ്ങൾ വലിയ ഓഫീസറല്ലേ, ഉത്തരമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനതൊന്ന് പ്ലേ ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ മാഡം, ഭയങ്കര ഡയലോഗാ, ഇത്ര ഉണ്ടാവില്ല. എല്ലാ ആൺശര്യങ്ങളും ആണാണോ? എല്ലാ പെൺശര്യങ്ങളും പെണ്ണാണോ? ഇത്ര ഉണ്ടാവും? ഇങ്ങനെ നോക്കല്ലേ, ചോദിക്കുന്ന ഇത്രയും പറയാം. ഇത്രയും വലിയ ഓഫീസറല്ലേ, ഇത്ര ഉണ്ടാ? നിങ്ങൾ മാത്രമല്ലേ ലോകത്തിലോ? അറിയണം, ബിക്കോസ് നിങ്ങൾ ലോകത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ ആൺശര്യങ്ങളും ആണാണോ, എല്ലാ പെൺശര്യങ്ങളും പെണ്ണാണോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എൻ്റെ പൊന്നു വിനായക, നിങ്ങൾ താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വന്നൊരു വലിയൊരു കലാകാരൻ തന്നെയാണ്, അല്ലാന്ന് ആരും പറയുന്നില്ല. പക്ഷേ അതിനെ ഒരു മറയാക്കി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു ഷീൽഡാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊക്കെ കാണിക്കുമ്പോൾ ഇന്നും എല്ലാവരും ഈ പറയുന്ന താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ അതിക്രമിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എന്നും എല്ലാവരും ഈ പറയുന്ന ആളുകളെ ക്രൂരതയ്ക്ക് വിധേയരാക്കുന്നു എന്നുള്ള രീതിയിലൊന്നും ആരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരില്ല. ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ്, അതിൻ്റെ പേരിലാണ് പിടിക്കപ്പെട്ടതെങ്കിൽ ആളുകൾ അംഗീകരിക്കും. തന്തയില്ലായ്മ ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാനായിട്ട് നിൽക്കുമ്പോൾ അതിനെ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ എന്ന് പറയുള്ളൂ. വിനായകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ നല്ലൊരു സിനിമാ നടനാണ്, ഒരുപാട് സിനിമകളിൽ നല്ല വേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നമുക്കറിയാം, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, താഴെക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ട് നല്ല രീതിയിൽ തന്നെ സിനിമയിൽ നല്ല രീതിയിൽ അഭിനയിക്കുന്നു. കഥാപാത്രങ്ങൾ, കിട്ടുന്ന കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും മെച്ചമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ജയിലർ കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം സിനിമയിലൊന്നും കണ്ടിട്ടില്ല. ആ ജയിലറിൻ്റെ എഫക്റ്റ് തന്നെയാണ് ഇപ്പോഴും വിനായകനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇനി ആ സിനിമ പറയുന്നതല്ല, ആ സിനിമയ്ക്ക് ശേഷം വിനായകൻ എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിൽ വിനായകൻ അങ്ങ് ചിന്തിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്നു, പോലീസുകാരുടെ മെക്കെട്ട് കയറാൻ നോക്കുന്നു, അവിടെ കിടന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണിക്കുന്നു. അന്ന് ഇതുപോലെ ഫോൺ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിലും അതേ വിഷയം തന്നെയാണ് അന്നും ഉണ്ടായത്. അത് വിനായകനെ ആരും തഴഞ്ഞിടാൻ ശ്രമിക്കുന്നോ അല്ല വിനായകനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നോ അല്ല, വിനായകൻ്റെ തന്നെ കയ്യിലിരിപ്പിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. അപ്പോൾ അതിൽ വിനായകൻ പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിലെ വാതിൽ ഇടിച്ച് പൊളിച്ച് കളയും. ഞാൻ തല കൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ഡോറിലൊക്കെ ഇടിക്കുന്നൊരു വീഡിയോ ഉണ്ട്, ഞാൻ അതോടൊന്ന് പ്ലേ ചെയ്യാം. ഞാൻ ആണാണോ പെണ്ണാണോ സാറിന് ലിംഗപരിശോധന നടത്തണമെങ്കിൽ നമുക്ക് നടത്താം. ലിംഗപരിശോധന നടത്താൻ ഞാൻ റെഡിയാ. എന്നെ ഇടിച്ചിട്ടവൻ രവീഷ് ഹോട്ടലിൽ ഇടിച്ചിട്ടവൻ എന്നിവിടെ കൊണ്ടുവന്നത് അതിവിടെ ഇരിക്കേണ്ടത് ഞാൻ ഓഫീസിന്റെ മുമ്പിലല്ലേ, ഞാൻ അവിടെ ഇരിക്കേണ്ടത്. എനിക്ക് കംപ്ലൈന്റ് പറയാനുള്ളത് ഓഫീസിന്റെ മുമ്പിലാണ്. അതെ, ഞാൻ എന്റെ ഓഫീസ് എന്നെ ഇടിച്ചെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് എനിക്കുണ്ട്, അതെനിക്ക് ഓഫീസിന്റെ മുമ്പിലേ എടുത്തത്. അത് നിങ്ങൾ പറഞ്ഞ പോലെ ഇരിക്കാൻ ഞാൻ അതല്ല. അതിവിടെ അതോ എവിടെ ഇരിക്കണത്? അത് ഇടിച്ച് പൊളിച്ചോളെ ഇനിയും പൊളിച്ചോളെ ചത്തോളെ. ഞാൻ ഒരു തെറ്റും ചെയ്തല്ല. എന്റെ മേക്കപ്പ് മാനെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്നതാണ്. എന്റെ പാവം മേക്കപ്പ് മാനാണ്, എന്റെ പാവം മേക്കപ്പ് മാനാണ്. ഞാനിവിടെ കംപ്ലൈന്റ് ചെയ്യാൻ വന്നവനാണ്. കംപ്ലൈന്റ് എന്നെ ഇടിച്ച് അവൻ ഹോട്ടലിൽ കിടക്കണാണ്. അവരെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാതെ ഏത് മാനാണ് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ളത് വിനായകൻ അവിടെയും പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞാൻ ആളല്ല, അതെനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് വിനായകൻ പറയുന്നത്. ആ സിനിമയ്ക്ക് ശേഷം വിനായകൻ്റെ ഉള്ളിൽ ആ ജയിലുകളിലെ കഥാപാത്രം കയറിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ പറയാം. അതിനുശേഷം തന്നെയാണ് വിനായകൻ ഈ രീതിയിലുള്ള പ്രഹസനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. എന്തായാലും വിനായകന് പറയുന്ന ജാതിയുടെയോ അല്ലെങ്കിൽ വിനായകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൻ്റെയോ ആ സിനിമാ നടനാണെന്നുള്ളതിൻ്റെ ഒന്നും ഒരു പരിഗണന കിട്ടാതെ നമ്മുടെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തന്നെ പൊന്നീച്ച പാർന്ന പോലൊരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ആ പരിപാടി അവനങ്ങ് നിർത്തും. എന്നെ അടിച്ചവൻ ആരാണെന്ന് എനിക്ക് അറിയണം,
എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് പറയുന്നത്. അന്ന് ഇതുപോലെ വിനായകൻ പറഞ്ഞ വേറെ ഡയലോഗ് ഉണ്ട്, എൻ്റെ ഫോൺ എടുത്തോണ്ട് പോയത് ആരാണെന്ന് എനിക്കറിയണം. അന്ന് ഇത് തന്നെ വിനായകൻ പറഞ്ഞത് സെയിം ഡയലോഗ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്ത് തോന്നിവാസവും കാണിക്കാൻ തന്നെ ആരും ഒന്നും ചെയ്യില്ല, കാരണം താൻ ദളിതനാണല്ലോ. അപ്പോൾ ആരും ഒന്നും ചെയ്യില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ ചെയ്താൽ ചോദിക്കാൻ നിയമമുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അഹങ്കാരമാണ് വിനായകൻ്റെ ഉള്ളിൽ. ആ അഹങ്കാരവും താൻ സിനിമാ നടനാണെന്നുള്ള ചിന്താഗതിയും അല്ലെങ്കിൽ താൻ വലിയ മറ്റെന്തോ ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിനായകൻ ഈ പരിപാടി ചെയ്യുന്നത്. ഇവിടെ ജാതിയുടെ ഒരു പരിഗണനയും കൊടുക്കാൻ പാടില്ല. മനുഷ്യൻ തെറ്റ് ചെയ്തവൻ ആരാണെങ്കിലും അത് കുറ്റം തന്നെയാണ്. ആ ഒരു കുറ്റം വിനായകൻ ഇപ്പൊ അന്ന് വിനായകന് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം വിനായകനെ സംരക്ഷിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നു. അപ്പോൾ വിനായകൻ മനസ്സിലായത് വിനായകൻ എന്ന് പറയുന്ന വലിയ ആളാണ്, വിനായകനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തന്നെ ചെയ്താൽ ചോദിക്കാൻ 1000 സംഘടനകൾ വരുമെന്നൊക്കെയാണ്. ആ ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയാണ് അവൻ്റെ മനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ചിന്താഗതിയാണ് നമ്മൾ മാറ്റേണ്ടത്. അത് മാറ്റിയില്ലെങ്കിൽ വിനായകൻ ഇനിയും ഈ പരിപാടി തന്നെ ആവർത്തിക്കും. എന്തൊക്കെ പ്രഹസനങ്ങളാണല്ലേ, താൻ എന്തോ വലിയ സംഭവമാണ്, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോകേണ്ടതിന് തനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റും. ഒരുപാട് കേരളത്തിൽ ജനങ്ങൾ ഇവനെ സ്നേഹിക്കുന്നുണ്ട്. താഴെക്കടലിൽ നിന്ന് വന്ന് ഉയർന്നു വന്നിട്ട് തൻ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു നടൻ എന്നുള്ള രീതിയിൽ എല്ലാവരും അംഗീകരിക്കുന്ന. പക്ഷേ ഈ രീതിയിലൊക്കെ വരുമ്പോൾ വിനായക, നിങ്ങൾ നിങ്ങളുടെ ഒരു വ്യക്തിത്വം തന്നെയാണ് ഇല്ലാതാക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. സിനിമയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുള്ള രീതിയിൽ ജീവിച്ച് പോകേണ്ടതിന് വെറുതെ കിടന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് പോലീസുകാരുടെ മെക്കെട്ട് കയറിയ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാന്നൊക്കെ വിചാരിക്കുന്നത് വലിയൊരു മണ്ടത്തരം തന്നെയാണ് കേട്ടോ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് വിനായകൻ ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും വിനായകനെ പോലെയുള്ളവർക്ക് ഒരു സംരക്ഷണവും കൊടുക്കാതെ പിടിച്ച് അകത്തിടാൻ സാധിക്കട്ടെ. നമ്മുടെ പോലീസുകാരോട് ഈ പറയുന്ന രീതിയിൽ കയർത്ത് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അയാൾ അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം താനും.